നമസ്കാരം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര കലഹമുണ്ടെങ്കിൽ ഈ പറയുന്ന വശീകരണ യന്ത്രം പരസ്പരം രണ്ടുപേരും ധരിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരാൾ മാത്രം ധരിച്ചിട്ട് കാര്യമില്ല. ദമ്പതിമാരെ രണ്ടുപേരും പരസ്പരം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട്, ദാമ്പത്യ കലഹത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് പരസ്പര വശീകരണ യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ വശീകരണം ഉണ്ടാകും. വീരഭദ്ര യന്ത്രം എന്നാണ് അതിന് പറയുന്നത്. വീരഭദ്ര യന്ത്രം വിധിയാവണ്ണം എഴുതി പൂജിച്ച്, ഒരു സ്വാത്വികനായ കർമ്മിയെ കൊണ്ട് എഴുതി പൂജിച്ച് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ പുറത്ത് തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും യശസ്, കീർത്തി, ധനം, നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച, സകല വിധത്തിലുള്ള ദുരിതവും മാറി ഉത്തമ ഭാര്യാഭർത്താക്കന്മാരായി കഴിയാനും പരസ്പരം ദമ്പതിമാർക്ക് വശീകരണത്തോടു കൂടി ഇരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വീരഭദ്ര യന്ത്രം എഴുതാൻ അറിയുന്ന സ്വാത്വികരെ കൊണ്ട് അത് എഴുതി വിധിയാവണ്ണം നിങ്ങൾ ശരീരത്തിൽ നിശ്ചിത ദിവസം പൂജിച്ചതിന് ശേഷം ധരിക്കുകയാണെങ്കിൽ ഉത്തമമായിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരായിട്ട് നിങ്ങൾക്ക് വശീകരണത്തോടു കൂടി ഇരിക്കാനും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് യശസ്, കീർത്തി, ധനം, ഐശ്വര്യമൊക്കെ വന്നു ചേരാനൊക്കെ ആയിട്ട് അത് ഉപകാരപ്രദമാകും.